ദാരിദ്ര്യം മുതൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണന വരെ ചർച്ചയായ സാംസ്കാരിക നഗരിയിലെ കുട്ടി പാർലമെന്റ് ശ്രദ്ധയാകർഷിച്ചു. ശാസ്ത്രവും ഭരണഘടനയും മറന്ന് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കേന്ദ്രഭരണത്തിൽ കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിന് പ്രതിപക്ഷത്തിന്റെ നിശിത വിമർശനം. ശാസ്ത്രത്തിന് പദം വയ്ക്കാൻ ശാസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. ഭരണഘടനയുടെ അനുച്ഛേദം 51A പ്രകാരം ശാസ്ത്രബോധവും അന്വേഷണത്തിനും പൗരന്റെയും മൗലിക കടമയായി പ്രഖ്യാപിക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത്. ഇത്തരം ഒരു രാജ്യത്താണ് സാർ അന്ധവിശ്വാസങ്ങളും ശാസ്ത്രവിരോധവും പാഠപുസ്തകങ്ങളിലും മറ്റും തിരികെ കയറ്റുന്നത്. സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നടപടികൾ ആവശ്യപ്പെടുന്നു. എത്ര വികസനം അവകാശപ്പെടുമ്പോഴും രാജ്യം നേരിടുന്ന ദാരിദ്ര്യവും കുട്ടികളിലെ പോഷകാഹാരക്കുറവും തുറന്നുകാട്ടുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും. ദരിദ്ര സൂചികയിൽ 127 111ാമത്തെ സ്ഥാനമാണിക്ക് കേരളം എന്ന കൊച്ചു സംസ്ഥാനം കാണിക്കുന്ന ഉത്തരവാദിത്വ ബോധം പോലുമില്ലാത്ത ഈ ഗവൺമെന്റിനെ കുറിച്ച് ഇനി എന്ത് പറയാനാകും? കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിലെ ആശങ്ക. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ പഠനപ്രകാരം 55% കുട്ടികളാണ് വിവിധങ്ങളായ പീഡനങ്ങൾക്കിരയാകുന്നത് എന്ന് പറയുന്നു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ 1.5 ലക്ഷം കേസുകളാണ് ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് മുൻവർഷത്തേക്കാൾ 33.6% വർധനമാണ്. 2023 മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ 4,50,207 ആണ്. ഇതിലെ ഏറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവയാണെന്ന് പറയുന്നു. ആരോഗ്യരംഗത്തടക്കം കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പ്രശംസ. ഒപ്പം ഇത് മാതൃകയാക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന നിർദ്ദേശവും. പോഷകാഹാര കുറവിനെ പറ്റിയാണ് പ്രതിപക്ഷത്തിന് പരാതി. രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകളും ഏതാണ്ട് അങ്ങനെയാണ് സാർ. എന്നിട്ടും കേരളത്തിലെ കണക്കുകൾ കാണിച്ച് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ മറച്ചുവെക്കുന്നത് ശരിയാണോ സാർ? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കുറ്റക്കാർ കേന്ദ്രമാണെന്ന ആരോപണത്തിന് ചുട്ട മറുപടിയും ഭരണപക്ഷത്തു നിന്നുണ്ടായി. സമകാലിക വിഷയങ്ങളെ മികച്ച അച്ചടക്കത്തോടെ അവതരിപ്പിച്ചാണ് തൃശൂരിൽ നടന്ന ബാലപാർലമെന്റ് ഏവരുടെയും ശ്രദ്ധ നേടിയത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് തേക്കിൻകാട് മൈതാനത്ത് ബാലപാർലമെന്റ് സംഘടിപ്പിച്ചത്. ജനാധിപത്യത്തെ പരിചയപ്പെടുന്നതിനോടൊപ്പം വ്യക്തിത്വ വികാസവും ലക്ഷ്യം വെച്ചാണ് അടിയന്തര പ്രമേയവും വാക്കൌട്ടുമെല്ലാം ഉൾപ്പെടുത്തി പാർലമെന്റിന്റെ നടത്തിപ്പ് കുട്ടികളിലൂടെ പുനരാവിഷ്കരിച്ചത്. അവിനിത രാഷ്ട്രപതിയായും ഫാത്തിമ സനം പ്രധാനമന്ത്രിയായും ദേവനന്ദ സ്പീക്കറായും ഹെവേന പ്രതിപക്ഷ നേതാവായും ബാലപാർലമെന്റിൽ തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കി നിറഞ്ഞു നിന്നു. അവതരണ മികവിനാൽ കൗതുകവും അത്ഭുതവും ജനിപ്പിച്ച കുട്ടി പാർലമെന്റ് വീക്ഷിക്കാനായി നിരവധി പേരാണ് എത്തിയത്. TCV തൃശൂർ.